പാൽക്കപ്പ ഉണ്ടാക്കാനുള്ള കപ്പയുമായി വരികയാണ്. അറ്റ ശകലം പോയി അല്ലേ? ചെറിയൊരു പീസ് പോയി. നല്ല ഉണ്ടപ്പം കപ്പ. വീഡിയോയിൽ കാണുമ്പോൾ ചെറുതാണല്ലോ കേട്ടോ, അത് നല്ല സൈസുള്ള കപ്പയാ. സുരേഷൻ പിള്ളയുടെ ആറ്റുമീൻ നമുക്കിതാ കല്ലിലോട്ടൊന്ന് കുറഞ്ഞിട്ടല്ലോ ചേച്ചി. അമ്മയുടെ വക അച്ചാച്ചിക്ക് ഇന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും. വെള്ളം ഒഴിച്ചോട്ട് പറഞ്ഞു. അമ്മു കണ്ടിട്ട് പോ, ആറ്റുമീൻ കണ്ടിട്ട് പോ. അത് അപ്പനും മോനുമായിട്ടുള്ള എന്തോ വിഷുവാ. അച്ചാച്ചി പിടിച്ച്. അച്ചാച്ചി ആരാ മോൻ? ഇത് പിടിച്ചാൽ തന്നെ പറയല്ലോ, വെട്ടണം വറക്കണം പണിയുണ്ട്. പിടിച്ചാലോ നിരത്തിക്കേ, ഒന്ന് നിരത്തിക്കേ. കണ്ട് പാടിക്ക് കാണ. അത് ഉറക്കം പറ. ഈ ആറ്റുമീനൊക്കെ എടുത്ത് സ്റ്റാറ്റസ് ഫ്രഷാ. പെടയ്ക്കുന്നതേ ഉള്ളൂ, പെടയ്ക്കുന്നതേ ഉള്ളൂ. എന്താടാ നിന്റെ പ്രശ്നം? എന്താ നിന്റെ പ്രശ്നം? ആ ഗേറ്റിന് പുറത്ത് വന്നൊരു വെമ്പട്ടിയല്ലേ, വിടില്ലടാ നിന്നെ. നീ അങ്ങനെ സൂഹിക്കണ്ട. ദോ അത്രേ പട്ടികൾ അവിടെ നിന്നിട്ട് നിനക്ക് ഗേറ്റിന് പുറത്ത് വന്ന പട്ടി തന്നെ വേണോ? അത് ന്യായമാണോ? നല്ല ഒന്നാന്തരം. ഇപ്പം ഇവിടെ വെള്ളം ഒഴിച്ചില്ലേ ഉണ്ടല്ലോ, ഈച്ചയുടെ പെരുമഴയായിരിക്കും. ആ വഴി അങ്ങ് വെള്ളം പോയാൽ മതി. മഴ വരുന്നുണ്ട് നല്ല ഒന്നാന്തരം. ആ വരുന്നോ വരുന്നോ? പാലത്തിലോ പാലത്തിൻ്റെ അപ്പുറത്തോ എവിടെയെങ്കിലും ഈ വീഡിയോ ഒന്ന് അപ്ലോഡായിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അതെ, എല്ലാവരോടും കൂടെ പറയുമ്പോൾ ഒറ്റ മീൻ തൊട്ടേക്കരുത്. ഞങ്ങൾ അങ്ങോട്ട് പോകും, അച്ചാച്ചി വരുന്നവരെ കേട്ടല്ലോ. ചിന്നു നോക്കിക്കോണം. ജാനുക്കൊക്കെ കയറിപ്പോ. ഇത് പന്ന മീനെ എടുക്കണ്ട, മക്കളെടുക്കണ്ട, കയറിപ്പോ. ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവാ. വരുന്നു ബാ, മീൻ ബാ. നിന്റെ ഒരു കുറവ് വേണ്ട. ഇറങ്ങരുത്, നീ ഇറങ്ങരുത്. ചിന്നുനോട് പറഞ്ഞ പോലെ ചിന്നു കാവലെന്ന്. പാവം എൻ്റെ അച്ചാച്ചി ഒറ്റയ്ക്കിരുന്ന മീൻ പെട്ടെന്ന്. അണ്ണാണി ഹെൽമെറ്റ് താത്ത് വെച്ചിട്ട് ആ വയറും കൂടെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് മീൻ പെട്ടെ. അണ്ണാണിയും കുഞ്ഞാവും കൂടെ ജിമ്മിൽ പോയി വയറ് വീർപ്പിച്ചോണ്ടിരിക്കുക. ഉമ്മ കയറി പോടാ. അമ്മ ഉമ്മനകത്ത് വെച്ചിക്കേ. എന്താ ഞാൻ പിടിച്ചേക്കുന്നേ? കാറു ഈശ്വരോ, ഈ അഹങ്കാരിയുടെ അഹങ്കാരം കണ്ടു. ഇട്ടിട്ട് പോയാലോ ഒരു വെറൈറ്റിക്ക്. ഉറക്കത്തിൽ എണീറ്റ്, ഉറക്കത്തിന്നല്ല, ഉറക്കച്ചടവ് പോലെ ഏതോ പെണ്ണിനെ വിളിച്ചിട്ട് വന്നാ. കള്ളം പറയല്ലേ കേട്ടോ. ഒറ്റക്കുട്ടിന് നീ വാതിൽ തുറന്നിട്ടുണ്ട് നീ ഫോണില്. താറാവിനെ കൂട്ടിലേക്ക് മാറ്റാറായി. നമുക്ക് തത്തേനെ പറത്തി വിട്ടാലോ? അല്ല, എന്റെ സംശയം ഇത് നമ്മളത് കൊണ്ടോ ഇനി? എനിക്ക് പല അത് നമ്മുടെ ടീമാ. കഴുത്തിൽ ബെൽറ്റ് ഇട്ട് വെച്ചേക്കുന്നത് കണ്ടോ? പാറു വരും, പാറു വിളിച്ച വരും. അതിലൊരെണ്ണം അവള് ഈ വേലി ചാടും, അവള് വേലി ചാടുന്നോളാ. വരുന്നുണ്ട് നമ്മുടെ ബെൽറ്റ് ആയതുകൊണ്ട്. പാറു അതാ വിളിക്കടാ. എടാ പാറുവിനെ വിളിക്ക. നാട്ടിലെ റോഡിലെ എല്ലാ പട്ടിയും നമ്മുടെയാന്ന് പറയുന്നവരൊക്കെ ഒന്ന് കണ്ടു. വേറെ പട്ടിയുണ്ട്. പാറു ചാടിയാ ഇവിടെ വരാം വേലിയോളം, പിന്നെയും ചാടിയത് ഈ തോട്ടില്. ഞാനും കൂടെ ഇറങ്ങേണ്ടി വരും. ഇത്രയേ ഉള്ളു ഞങ്ങളുടെ പാറു. ഞങ്ങളുടെ പാറു വേലി ചാടുകയും ചെയ്യും, ആ ചെക്കന്മാരുമായിട്ട് കറങ്ങുകയും ചെയ്യും. അങ്ങ് എടുക്കടാ, അത് പാവമാടാ. എടുത്തോ കുഞ്ഞാ? അജയ് വിളിച്ചു കൊടുക്കണോ? നിന്റെ കഴുത്തല്ല ബെൽറ്റ് വെച്ച് ഞങ്ങള് പിടിച്ചിട്ട് നിന്നെ ഒരേപോലത്തെ ബെൽറ്റ് മേടിച്ച്. ആ ഞങ്ങള് വേറെയാന്ന്. എന്റെ പശുവിന്റെ വേത്തക്കാരും കൊണ്ടാവണ്ടല്ലോ നിന്നെ ശരിയാക്കിച്ച്. എടാ അവനും ഇല്ലടാ ആഗ്രഹങ്ങളൊക്കെ. നീ ഇതുപോലെ ഓരോരുത്തരെ വിളിക്കുന്നേ, അത്രേ അവനും കാണിച്ചുള്ളൂ.
പാറു കയറിപ്പോ. വേലിയെങ്ങാനും ചാടിയാ നീ ശരിയാക്കി ഞാൻ കയറിപ്പോടുത്ത്. ശരാ എത്ര പട്ടിക്കുഞ്ഞിനെ ഞാൻ പെറുക്കേണ്ടി വരുമോ ഇനി? അവൾ ഈ വേലി ഇനിയും ചാടും, ഈ ഗേറ്റ് അവൾ ചാടും. ആ ഒരു ഷീറ്റ് വെച്ച് അടിക്കേണ്ടി വരും ഈ നിലയ്ക്ക് പോയാ. കുഞ്ഞാ വേണ്ട കുഞ്ഞാ, കുഞ്ഞാ മറ്റേ കറുത്ത ആരാണ്ടറ പട്ടീനെ ഏറിയല്ല. പോട്ടെ, അവനും ഇല്ല ആഗ്രഹം. ഈ എല്ലാം നീയൊക്കെ എല്ലാം ഇങ്ങനെയല്ലായിരുന്നോ അല്ലേ കണ്ണാ? ആമ്പിള്ളേരാകുമ്പോ ചിലപ്പോ പെമ്പിള്ളേരുള്ളിടത്തൊന്ന് വന്ന് നോക്കിന്നിരിക്കും ഗേറ്റിന്റെ അവിടെ. അത്രയല്ല അവരും ചെയ്തുള്ളൂ. അതെ 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 അതെ. ഞാനൊന്നുണ്ടല്ലോ ഞാൻ ചുമ്മാ അവിടെ നിന്ന് പോയതാണ്. ഞാനും അവനും തമ്മിൽ ഒരു ബന്ധമില്ലതല്ലേ? അങ്ങനല്ല, ഞാൻ വെറുതെ ഇവിടെ ഇരിക്കുവായിരുന്നു. നീ ചെറുക്കൻ എന്നെ വിളിച്ചോ. ഞങ്ങള് 4 പേരും കൂടെ എവിടെയാ പോന്നേന്നറിയോ? ഞങ്ങൾ 4 പേരും കൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാം. നേരത്തെ ഉണ്ടായിരുന്നു മണിയണ്ണന്റെ പാലത്തിന്റെ അവിടെ പോകുന്നത്. ഇപ്പൊ സാധാരണ ഞാൻ രാത്രി വീഡിയോ അവിടെ വെച്ചിട്ട് ഇതൊക്കെ തുണിയിലാണ്ട് വെള്ളത്തിൽ ചാടുന്ന പിള്ളേരാണ്. ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് വീഡിയോ രാത്രിയിൽ അപ്ലോഡിന് വെച്ചിട്ട് മേളിൽ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാറാ പതിവ്. ഞാൻ ഇവിടെ ചവിട്ടുന്നുമില്ല, നീ തോർത്തെടുക്കുന്നുമില്ല, നീ വെള്ളത്തിലിറങ്ങുന്നുമില്ല. നിനക്ക് വീട്ടിൽ വെള്ളമില്ലേ കുളിക്കാൻ? ഒരു കാര്യം ചെയ്യാം, രാത്രി 8 മണിയാകുമ്പോ നിന്നെ വള്ളക്കടവിൽ കൊണ്ടുപോവാം. മേളില് അവിടെ സ്റ്റെപ്പുണ്ട്, കടവുണ്ട്. അതാകുമ്പോ മുട്ട് വരെ വെള്ളമുള്ള എന്റെ മോന് ഇഷ്ടം പോലെ നീന്താം. എന്തിനും പറ്റി ചേച്ചി ചാടി പിടിക്കാം. അല്ല, മുന്നോട്ട് പോയ വെള്ളം കൂടല്ല, കിടു ഇറങ്ങുന്ന കടവാ, അവിടെ കൊണ്ടുപോവാം. കണ്ടില്ലേ കുഞ്ഞാക്ക് അതുപോലെ? എന്റെ മോനെ തോന്നി. നിനക്ക് ആ വെള്ളം മതിയോ? എനിക്ക് ആ പറഞ്ഞ അനുസരിച്ചോണം. ഇന്ന് വേറെ അടുത്ത വരുന്നുണ്ട്. എവിടെ എത്തിയുണ്ടോ ഒന്ന് വിളിച്ചു നോക്കട്ടെ. വഴിയിൽ കിടക്കുന്ന ചക്ക പെറുക്കിയെടുക്കുന്നത് മരം മുറിച്ചതാണ് കേട്ടോ. ആ ചക്ക ഇത് തടിയേന്ന് ചക്ക മുറിച്ചെടുത്തിട്ട് ഡിക്കിയിൽ വെക്ക. ചേച്ചി, ഈ ചക്കകളൊക്കെ ഞങ്ങൾ എടുത്തോട്ടെ. പോത്തിന് കൊടുക്കാനാ? ആ, ഓണർ കണ്ട സ്ഥിതിക്ക് ഞങ്ങൾ ചോദിച്ചു. സാരല്ലോ, ഞാൻ കണ്ടു. ഒരാഴ്ച പോത്തിനുള്ള തീറ്റയായി. ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നേ. പറഞ്ഞതിനെ ചക്ക പെറുക്കടാ, ചക്ക പെറുക്കടാ. അതെ, കണ്ണൻ ചക്ക തന്നെയാണോ പെറുക്കുന്നതെന്ന് എനിക്കൊരു സംശയം. അണ്ണാണി ഇപ്പൊ വരുവേ. അണ്ണാണിക്ക് ഈ ചക്ക ഇന്ന് പെറുക്കി പോത്തിന് കൊടുത്തില്ലെങ്കിൽ സമാധാനമില്ല. ദേണ്ട് പ്ലാവെ കയറി പറിക്കുന്നു. പ്ലാവെ കയറി പറിക്കുക. വീഴുന്നു ചക്കയെ കൊണ്ട്. കുഞ്ഞ, ഞാൻ ഒരു ചക്ക ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെടുക്ക്. അവിടെ 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 കൊറേ ദിവസത്തേക്ക് ഇന്ന് പോത്തിന് ഉപ്പിട്ടാട്ടോ കൊടുക്കുന്നേ. പോത്തിന് കുഴപ്പമില്ല. അടുത്ത ആള് കുത്തി. അണ്ണാണി പണ്ണാണി അണ്ണാണി വരൂ, കമോൺ അണ്ണാണി, ഫ്രൈമിൽ കയറൂ. ആ അമ്മക്ക് ആ തോല് കൊണ്ട് കൊടുത്താലോ ആടിന്? വയനാട്ടിലെ അതിന്റെ അമ്മക്ക് വീഡിയോ വെച്ചു കൊടുക്കട്ടെ. ഇപ്പം നിർമ്മലാമ ഉണ്ടായിരുന്നു. ഇപ്പൊ പറഞ്ഞേനെ ദേ ചപ്പെന്നും പറഞ്ഞു വന്നിനും ചപ്പ്. കണ്ണാ, നീ ഫ്രെയിമിലില്ല. അങ്ങനെ എന്താ പറയാ, ചേച്ചി എത്തി നോക്കിയപ്പോ ഞങ്ങൾ ചോദിച്ചു, ചേച്ചി ചക്ക എടുത്തോട്ടെ. അത് പൊട്ടാണല്ലോ എന്ന് പറഞ്ഞ് പോത്തിന് അതിന്റെ അടുത്തത്. പോത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ പ്രത്യക്ഷപ്പെട്ടു. ഇത് ലൈറ്റ് ആണോ വീഡിയോ ആണോ? ലൈറ്റ് ആണോ? വലിയ വലിയ യജ്ഞമാണ് ഇവിടെ നടക്കുന്നത്. ഡിക്കി നിറഞ്ഞു. ചക്കയാണ്. ഈ ഭാഷ അങ്ങോട്ട് മാറി. ഉണ്ണി തറവാട്ടിലേ ആയി. അത് പിന്നെ ചക്കയല്ലേ? നോക്ക് കാണാ, കാണിച്ചു വിടാമോ? ഇങ്ങോട്ട് നോക്കൂ കുമാരേട്ടാ. എടാ മിണ്ടാണ്ടിരിക്കടാ. ചക്ക ഏതോ പോത്തിന് കൊടുക്കാൻ ആരോ ഒളിപ്പിച്ചിട്ടാ. വീഡിയോ കാണുമ്പോ വരെ ചീത്ത വിളിച്ചിട്ട് നാളെ പശുവിന് കൊടുക്കാൻ ഇട്ടിരിക്കും.
അതെന്തോ കുഞ്ഞൊന്ന് കാണിച്ചാ നമ്മൾ ഒന്നും ടേസ്റ്റ് ചെയ്യാൻ ചക്കടോ ഇത് പോത്തിനെ മണപ്പിക്കുന്നു ബാക്കി കൊടുക്കുന്നു ഞാൻ നോക്കിയപ്പോൾ അച്ചാച്ചി കിടുവിനെ കൊണ്ടുപോയില്ലേ കിടു കൽക്കട്ടയ്ക്ക് വേറൊരു കാര്യം കേൾക്കണോ വീഡിയോ ഫീ പറയാം അത്ര രഹസ്യം അവിടെ തേങ്ങ പൊട്ടുന്നു. എന്റെ ഏബി എന്ത് ചെയ്യുന്നു? അച്ഛൻ എപ്പോഴും പറയും അല്ലേ? കിടു ചോദിച്ചേട്ടാമോ എന്റെ ഏബി എന്ത് ചെയ്യുന്നു? കിടു ചോദിച്ചതാ എന്റെ ഏബി എന്ത് ചെയ്യുന്നു? ഹായ് ഡയറി മിൽക്ക്. അമ്മു നനഞ്ഞിട്ടേ ഇല്ല. അതല്ലാണ്ട് പിന്നെന്തോ എന്താ ഈ എന്തു അമ്മേ അച്ഛനും അമ്മയുള്ള മക്കളും അത് അമ്മ സന്ധിക്ക് ചൂല വരാൻ പട്ടി അടുത്തതായി തേങ്ങാ തിരുമുക. പാൽക്കപ്പയ്ക്കായിട്ട് നമ്മൾ പെട്ടെന്ന് തേങ്ങ തിരുമുക. കിച്ചു കുറച്ച് കഴിഞ്ഞ് എല്ലാവർക്കും കൂടെ പോവാം. അങ്ങനെ ദർശനേ നീ ഉമ്മച്ചനെ കടിക്കുക. പോനെ കടിച്ചോ? നിനക്കൊരു കടി കിട്ടിയില്ലല്ലേ ഉള്ളു. നീ മിക്കവാറും അവളുടെ പറയാ പോയി കാണും. അപ്പൊ പട്ടിക്കുഞ്ഞെന്ന് പറഞ്ഞേ. തേങ്ങാ തിരുമണം. കിച്ചു ഞാൻ വീഡിയോ എടുത്തോളാം, നീ ഉള്ളി വിളിച്ചാൽ മതി. നിനക്ക് വീഡിയോ എടുക്കാനല്ലേ മടി. ഇത്രയും തേങ്ങ വെച്ചിട്ട് എന്തൊക്കെ ഇവര് പണിയുന്നുണ്ട്. അതിൻ്റെ കൂടെ അച്ചാച്ചി പിടിച്ച മീൻ ഇതിൻ്റെ ഇവിടെ മസാല പെരട്ടി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ വറക്കും. മണിയമ്മ ഇവിടെ ചായ ഇടുന്നുണ്ട്. സുലഭം ഇവിടെ സെറ്റ് മീൻകറി വെച്ച് വെച്ചിട്ടുണ്ട്. ആഹാ എന്താ തപ്പുന്നേ? തലയിലിടുന്ന ബണ്ട് ഞാൻ നോക്കിയാ പിന്നെ കിട്ടുന്ന വെറുതെ എന്റെ ബാൻഡ് അല്ല, എന്റെ ജാനുവിന്റെ ബാൻഡ്. എന്ത് ഭംഗിയായിട്ട് തേങ്ങ തിരുമുന്നു, എന്ത് പെട്ടെന്ന് തിരുമുന്നു. അണ്ണാണി പിന്നെ പഞ്ചായത്ത് വരുന്നില്ല. അവിടെ തേങ്ങ വെള്ളം വേണോ വെച്ചു? ഇല്ല, അത് പോയി, അത് പോച്ച്. ആരാ പന്നക്കിടു? നീ തന്നെയല്ലേ പന്നക്കിടു? പിന്നെ ഈ പിള്ളേരെല്ലാം എടുത്തോണ്ട് പോയി. എടാ അത് അവിടെ നിൽക്കുമല്ലേ, നീ നിന്നെ തന്നെ അല്ലേടാ പറഞ്ഞ പന്നക്കിടു എടുത്തോണ്ട്. നീ ഇന്ന് കൽക്കട്ടയ്ക്ക് പോയിട്ടെന്തോ എന്ന് തിരിച്ചു വന്നേ? കള്ളക്കിടു കണ്ണാപ്പിയെ വണ്ടിക്കകത്തുണ്ടായിരുന്നു, ചേച്ചി കണ്ടില്ല? കുളിക്കുന്നെന്നാ. ഇത് വെച്ചൊക്കെ ഇരിക്കുന്നുള്ള ഫാനും ഒക്കെ ഇട്ടോ. പക്ഷേ വീഴരുത്, പിന്നെ എനിക്ക് കോപ്പിറൈറ്റ് തരരുത്. 2 കണ്ടീഷനാണേ. പറയുന്നില്ലേ കിച്ചു പൊളിക്കുന്ന ഉള്ളിയുടെ ഒരു ഭംഗി. എടാ കിച്ചുവിന് മുടിയുണ്ടോ? എന്താക്കളെ എന്താക്കുന്നു? ചാറാക്കുവോ? ചാടാക്കുവോ? കറക്കുവോ കിച്ചുനെ?
കിച്ചുമാമന്റെ അമ്മയൊക്കെ കാണുന്ന ഈ വീഡിയോ ഇങ്ങനെ കിച്ചുന്നൊന്നും വിളിക്കല്ലേ അല്ല കള്ളക്കിച്ചു കിച്ചുമാമെന്നാ വിളിക്കുന്നത് എപ്പോഴും അല്ലേ? സ്നേഹപ്പുള്ളി വരുമ്പോ മാത്രം കള്ളക്കിച്ചു ആവും. കള്ളക്കിച്ചു മൊബൈൽ നോക്കിയാലേ ഉള്ളൂ. നമ്മൾ പറയുന്ന പോലെ കള്ളക്കിച്ചു അല്ലേ? എടാ എത്ര ഡയറി മിൽക്ക് കടാ കള്ളക്കിട് തിന്നുന്നേ? ഒരെണ്ണം നീ കിച്ചുമാമന് കൊടുത്തോടാ. കണ്ടോ? ശരിയാ, നിനക്ക് മനസ്സിലായില്ലത്? അറിയത്ത് പോലുമില്ല. അമ്മൂൻ്റെ അടുത്തോട്ട് കൊണ്ടുപോ. ഞാൻ വിചാരിച്ചെടുത്ത പാവം തന്നെ പൊളിക്കാനാ. എങ്ങോട്ടേ പൊളിക്കാൻ പോന്നേ? കത്രി എടുക്കാൻ പോയാണോ? അവനല്ല, കിച്ചുനാ കുഴപ്പമില്ല, കൊടുത്തേരാ. കിച്ചു തന്നെ പൊളിക്കാൻ പറ. കിച്ചു വലിയ ചെറുക്കനാ, കിച്ചു വലിയ ചെറുക്കനാ, പൊളിക്കാൻ പറ. ഇങ്ങനെ തിന്നോ? അങ്ങനെ തിന്നാനേ പറ്റൂ. ഞാൻ തന്നെ കുറച്ച് ശകലം കൈവേദന. എൻ്റെ നാളെങ്കിലും സഹായിക്കാൻ ഈ വീട്ടിലാരും ഇല്ലേ? പക്ഷെ എനിക്ക് ഡമ്മു പോടിയത് അല്ല, നമ്മളെ കണ്ണം വരുമെന്ന്. അതും കുളി കഴിഞ്ഞ്. വേണ്ടേ? ഞാൻ അവിടെ പോയി കുളിച്ചിട്ട് വരാം. ആര് വീഡിയോ എടുക്കും? ഇടയ്ക്കിടയ്ക്ക് എടുക്കുമോ? ഇപ്പൊ ചാർജിലാണ്. ഇപ്പൊ ചാർജില. അടുത്ത തേങ്ങ തിരുമാൻ ആൾ ഇറങ്ങിയിട്ടുണ്ട്. നീ പോയി കാന്താരി കുറച്ചോ. ഒറ്റയ്ക്ക് കൊണ്ട് അമ്മൂനെ കൂടെ കൂട്ടിക്കൊണ്ടു. വീഡിയോ കാരണം തേങ്ങ ചെണ്ടാൻ പറ്റുന്നില്ല. എന്നാ ശരി, ഞാൻ ഓഫ് ചെയ്യാം. അപ്പുറം ഒരാള് വീഡിയോ കണ്ടോണ്ട് അടുത്ത ആളെത്തി. ഇവിടെയോ കണ്ട പോലെ ഒരു തോന്നൽ കാണും. എന്റെ വീഡിയോ എന്റെ വെച്ചാ നമ്മുടെ അടുക്കള നിറഞ്ഞ് എന്റെ മണവാട്ടി. എന്റെ സുലു, എന്റെ ചിന്നു, എന്റെ കല്ലു, എന്റെ പപ്പി മാത്രമേ. ഇപ്പൊ പാവം എന്റെ ചിന്നുണ്ട്. ഇവിടെ നടക്കാൻ സ്ഥലം ഇല്ലാത്തവരാ. ഞാനും അവന്റെ ബലൂണ് പൊട്ടിച്ചെന്ന്. അവനെ കുടിഞ്ഞ് വിളിക്കായിരുന്നു. അവന് കുറെ പറയാനുണ്ടായിരുന്നു. കിടൂന് ഡൈനിങ് ടേബിളിൽ പോയിരിക്കുവന്നാ. വെളുപ്പമുണ്ടായിരുന്നു. 2 പ്ലേറ്റ് എടുത്തോ? ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. ചെറിയ തീയിൽ വറുത്തു പോരുന്നു. എൻ്റെ മോള് വേണ്ടിയിരിക്കുന്നു. എന്ത് അത് പോയതാ, പൊട്ടിയതാ. അത്ര മതി. ചേച്ചി പറഞ്ഞുതരാം. ചേച്ചി വഴി പറഞ്ഞ കേൾക്കണമെന്നാ. ഇത് പിടിക്കുന്നതിനൊരു വശമുണ്ട്. ലാസ്റ്റ് പീസ് ഇടണം. ഇത് ഇങ്ങനെ ഈ വിരൽ എന്റെ കൈ ഇതിൽ കൊള്ളുമെന്നുണ്ടെങ്കിൽ ചരിച്ച് പിടിക്കുക. ഇവിടെ ഇരിക്കേ. എന്നിട്ട് ചരിച്ച് വെച്ചത് ഇങ്ങനെ ചെയ്യാൻ. ഇത് പെട്ടെന്ന് പരിപാടി നടക്കും. അല്ലാണ്ട് നീ വെച്ച പോലെ ഇങ്ങനെ വെച്ച ചിലപ്പോൾ വിരൽ വരിഞ്ഞു. ലാസ്റ്റ് പീസ് അത് ഒരു 65 ഡിഗ്രി ചരിച്ചു പിടിക്കണം. അതിൽ കൂടുതലായിരിക്കും അല്ലേ? ബലപ്പെടുത്തം കൂടുതലായിരിക്കും അല്ലേ? ഇതിന് കുറച്ചും കൂടെ മൂർച്ചയുണ്ട്. പിന്നെ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അരിഞ്ഞത് ഒരാൾ കൊണ്ട് തേങ്ങാപ്പാൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ അടുത്ത ആൾ കരിയാം. മിക്സിയിൽ കൊണ്ട് അരച്ചോ. ഷോപ്പിംഗ് ബോർഡ് വേണോ? കത്തി വെച്ച് നിനക്ക് വലിയ വട്ടിയെ കടിക്കണം അല്ലേ? വലിയ വട്ടിയെ കടിക്കണം. വലിയ വട്ടി അവിടെ വെക്ക് കുറച്ചു നേരം. ഉമ്മച്ചാ, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? രക്ഷപ്പെടുവോ? കസേര മാറ്റി മറിക്കൂടാ. ആണോ? ഉമ്മച്ചാ, എന്നിട്ട് രക്ഷപ്പെടുവോ നീ? എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഇവിടെ?
ഇറങ്ങത്തില്ല, അത് പേടിയാ. ഇല്ലില്ല പറിക്കുന്നു അവിടെ കിടക്കും. ഇറങ്ങാത്തല്ല, ഇറങ്ങാൻ പറ്റത്തില്ല. ഇപ്പൊ മേളത്തെ നമ്മുടെ റൂമിലാണ് ലൈറ്റ് ഓഫ് ചെയ്തപ്പോൾ നോക്കി എന്ത് രസമുണ്ടെന്നത്. സോളാറിന്റെ അതും കിളികളാ. അതിൽ ഒരെണ്ണം കത്തുന്നില്ലെന്ന് തോന്നുന്നു. ആ കത്തുന്നുണ്ട്. അത് പല കളറായിട്ട് വരുന്നുണ്ട്. ഇത് നോക്കിയേ എന്ത് രസാ. എന്റെ അമ്മുനെ കണ്ടോ നിങ്ങള്? ആർക്കും അറിയത്തില്ല. എനിക്ക് ഞാൻ പറയുന്നില്ല. ഞാനോ വേലായുധക്കുട്ടി ഉദ്ദേശിച്ച മറ്റേ അല്ലേ? കൃഷ്ണൻകുട്ടിയായിരുന്നു. ഇപ്പൊ സുലഭ ന്യൂസ് കൊണ്ട് ഓടി വരുവേ. സുലഭമായി കാണണോ? അല്ല, അമ്മയ്ക്ക് എവിടെ നിന്നെങ്കിലും കിട്ടും. എങ്ങനെ? ഇത് ആരുടെ ഫോണാ? അച്ചാച്ചിയുടെ ഫോണാന്നോ? നീ അപ്പയുടെ വീഡിയോ കണ്ടോ? എന്തുവാ കണ്ടേന്ന് പറയുന്ന അതിനകത്ത്? എന്നാ അതിനകത്ത് എന്തുവാ കണ്ടേ? അപ്പയുടെ വീഡിയോയിൽ എന്താ കണ്ടേ? എന്താ കാണാഞ്ഞേ? വീഡിയോയുടെ അപ്ലോഡ് എന്റെ മോൻ കണ്ടില്ലേ? എടി എന്റെ കുഞ്ഞ് വീഡിയോയുടെ അപ്ലോഡ് കണ്ടില്ലെന്ന്. അപ്പൊ അപ്ലോഡ് ചെയ്ത് വെച്ചാണല്ലോ, എന്താ കാണാഞ്ഞേ? എന്നാ പൈസ എവിടെയാ വെച്ചേക്കുന്നതെന്ന് അപ്പയ്ക്കൊന്ന് പറഞ്ഞു തരാവോ? കാണിച്ചു തരാവോ അപ്പ പൈസ? അപ്പയൊന്ന് കാണിച്ചോടാ പ്ലീസ്. കണ്ടാ മതി. അപ്പയുടെ പൈസയൊക്കെ നിനക്ക് വരത്തില്ലേ? എന്നാ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാവോ? അപ്പയ്ക്ക് ഗൂഗിൾ പേ ചെയ്ത് തരുമോ ചേച്ചിയുടെ ഫോണിൽ നിന്ന്? അയ്യോ സൗണ്ട് കുറയ്ക്ക്. അപ്പയ്ക്ക് കോപ്പി റൈറ്റ് വരും. സൗണ്ട് കുറയ്ക്ക്. എന്തേ മോൻ പാടിയാ മതി. ഇപ്പൊ ഈ കടി ഉണ്ടാക്കല്ലോ കേട്ടാ. ഇറങ്ങ. അത്ര ചെയ്തോളൂ. പറയണ്ടേ? ആ കിച്ചുമാമനടാ വിളി കേട്ടില്ലേടാ. എന്റെ പാവം കുഞ്ഞിന്റെ തലമാരി പുറത്ത് വെച്ചില്ലേടാ. ഞാൻ പിടിച്ചതോ കളിപ്പാട്ടമാണ്. ആ 100 രൂപ മോനെ ഇരിക്കുന്ന പൈസക്ക് കളിപ്പാട്ടം മേടിക്കുമ്പോ കിച്ചുമാമന് കൊടുക്കണ്ട. അപ്പൊ കിട്ടാപ്പുട്ടി മേടിച്ചു തരുമോ? ഇപ്പൊ 100 തരുവാണെങ്കിൽ നമുക്ക് ഉത്സവത്തിന് പോവാം. നമുക്ക് ഉത്സവത്തിന് പോവാം. വാ പൈസ എടുത്തോ, ഞങ്ങൾ ഉത്സവത്തിന് പോവാം. ഞാൻ വെറുതെ എനിക്കൊരു സ്പ്രൈറ്റ് മേടിച്ചു തരുമോ? എന്നാ മേടിച്ചിട്ട് വന്നാൽ എടാ വേണ്ട, നിനക്ക് 1 രൂപ. അവൻ 100 രൂപ മാറ്റി വെച്ചിട്ട് ബുദ്ധിയുള്ളവനെ കാണിച്ചേ. ഇതാണോ കിച്ചുമാവിന് കൊടുക്കുന്നേ? അപ്പയ്ക്ക് ഇത് തന്നെയൊന്നും വേണ്ട. അപ്പയ്ക്ക് 100 രൂപ തന്നാ മതി. മറ്റേ പൈസ മറ്റേ പൈസ എന്തിയെ? നീല പൈസ. ഇത് 100 ഒന്നും അല്ല, 100 രൂപ. മറ്റേ നീല പൈസ എന്തിയേ? എടാ ഒളിച്ചു വെച്ചേക്കുന്ന പൈസ ഒന്ന് കാണിച്ചേ. കണ്ടോ താഴെ ഇട്ടു. അയ്യ എടാ മറ്റേ ഒളിച്ചു വെച്ച പൈസ ഒന്ന് കാണിച്ചാ മതിയടാ. 1 തവണ കാണിച്ചാ മതിയടാ. ഇതല്ല, ഞാൻ കണ്ടു നിന്റെ പൈസ. 100 രൂപയുടെ നോട്ട് ഞാൻ കണ്ടു. എടാ താടാ. ഉറപ്പാണോ? ഉറപ്പാ? എന്നാ എല്ലാ വണ്ടിയും ഞാൻ തിരിച്ചെടുക്കും. ഞാൻ തരത്തില്ല. അമ്മുവേ എടി ഇവന്റെ 100 രൂപയുടെ നോട്ടില്ലേ എടി, നീല നോട്ട്? കണ്ട ആന്ന് പറഞ്ഞു. കണ്ട കള്ളം പറയുന്ന കിടുവാ, കള്ളക്കിടു. കള്ളം പറയല്ലേ. നീ അല്ലേടാ പറഞ്ഞ പാത്തു വെച്ചെന്ന്? ഇനി താഴെ ഇടല്ലേ പൈസ താഴെ ഇടല്ലേ. അമ്മു അവൻ അറിയത്ത് പോലും ഇല്ലെന്ന്. ആരാ വെച്ചേ? കുഞ്ഞാ കണ്ട കള്ളം പറയുന്നേ. ഇത്രയും കപ്പയാണ് പാൽക്കപ്പയ്ക്ക് വേണ്ടിയിട്ട്
വെള്ളം വെച്ചിട്ടുണ്ട് അടുപ്പേല്. ആ ഒരു ബക്കറ്റിലെ കപ്പ ആ ഒരു ചെറിയ ഇഡലി ചെമ്മിനകത്ത് കയറണമെന്ന് പറഞ്ഞാൽ പേരുന്നതിന് എത്രയാക്കാം. പാൽക്കപ്പയുടെ ഓപ്പറേറ്റർ അവിടെ പോയി. നിന്റെ ഇല്ല, ഞാൻ അതിൽ നിന്ന് എടുത്തു. പറയത്തില്ല, ഞാനത് വിച്ചുവിൻ്റെ കൊടുത്തു വിട്ടു മുട്ടായി മേടിക്കാൻ. കിടുവിൻ്റെ പൈസ ഞാൻ എടുത്തു. എവിടുന്ന്? ആ അച്ഛ തരത്തില്ല. ഹലോ, നമുക്ക് മരുന്നൊക്കെ തേച്ച് ചുഞ്ചരനാവണ്ടേ? ഉമ്മച്ച എൻ്റെ പാടാ പൊന്നെ. എടാ കടിയാ, നിനക്ക് കടിച്ചിട്ട് മതിയായില്ലേടാ. കുഞ്ഞ, ഞാൻ അവിടെ ഇരുന്നോളാം പുറത്ത്. മറ്റേ അത് വലിയ സാധനം വെച്ച് കോരി എടുക്ക. ഊറ്റുണ്ടാവും. ഞാൻ എനിക്ക് പേടിയാ ഊറ്റുന്നാണെന്ന്. ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഏതാണ്ടല്ല വള്ളിയും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ കുഴയ്ക്കണമെന്നാണ് അണ്ണാണിയും അളിയന്മാര് പറയുന്നത്. അങ്ങനെയാണ്. ഉള്ളി കുറഞ്ഞു പോയോ? വേണോ? ഇതല്ലേ ഉള്ളി ഇരിക്കുന്നേ. അത് ചതയ്ക്കുന്ന സാധനം എന്നാ? ഇല്ല, കപ്പയാ ചതച്ചേ. അല്ല, പച്ചവളം അല്ലേ പ്ലേറ്റ് ഇരിക്കുന്നേ. ഈ പരിപാടി നമ്മൾ രണ്ടും ഇല്ല, ഇതൊന്നും നടക്കത്തില്ല അല്ലേ കണ്ണാപ്പി? നമ്മുടെ ഒരു പോസിറ്റീവ് മൈൻഡ്. അതെ, വീട്ടുകാരോടൊക്കെ പറയാനുള്ളത് ഒരു 3 മാസത്തിൽ കണ്ണാപ്പി 15 കിലോ കുറയ്ക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണാപ്പി ലോകം മൊത്തം അറിഞ്ഞിന്, നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ 15 കിലോ കുറച്ച് നീ തമിഴ്നാടിൻ്റെ ലുക്കിൽ വരുമ്പോൾ ഇവിടെ ക്യൂ ആയിരിക്കണം. ആ കുറച്ചൊക്കെ ക്യൂ ആയി തുടങ്ങി. ഇവ നീല എന്താ ചെയ്യുന്നേ? അല്ലെങ്കിൽ നല്ല ചെക്കന്മാർക്ക് നല്ല പെമ്പിള്ളേരെ കിട്ടുവരാ. ഞാൻ അവന് വേണ്ടി മാത്രം പറഞ്ഞേ. ചിലർക്കെന്നാ ഞാൻ പറഞ്ഞേ. പക്ഷെ കുഞ്ഞാക്ക് കിട്ടിയല്ലോ. കുഞ്ഞാ മറുപടി പറ. അല്ല, പറ മറുപടി പറ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇന്ന് പാൽക്കപ്പ ഉണ്ടാവുള്ളൂ ഇവിടെ. പറ കുഞ്ഞാ. എന്താ? എനിക്കറിയില്ല. അതറിയണ്ട, എനിക്ക് നിന്റെ വായിന്ന് കേൾക്കണം. ഞാൻ വിടില്ല. ഞാൻ നീ എപ്പോഴെങ്കിലും വരുന്ന ഞാൻ മിണ്ടത്തില്ല. കപ്പപ്പാലെന്നല്ലല്ലോ, പാൽക്കപ്പയെന്നല്ലേ? അപ്പൊ ആദ്യം പാല്. ഞാൻ കണ്ണനോടൊരു ഉപദേശം കൊടുത്ത ചില നല്ല ഇറക്കന്മാർക്ക് അല്ലെങ്കിൽ നല്ല വെമ്പിള്ളറെ കിട്ടാൻ ബുദ്ധിമുട്ടാന്ന് ഞാൻ പറഞ്ഞു. അത് ശരിയാ, നല്ല വെമ്പിള്ളർക്ക് ഊളന്മാരെ കിട്ടത്തുള്ളു. നീ ഊളനാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നീ പ്രതികരിച്ചില്ല, അത് ഞാൻ മറന്നിട്ടില്ല. എനിക്ക് വിഷമമായി. നീ പറഞ്ഞില്ലെങ്കിലും നീ പറഞ്ഞു. ആ, എനിക്കും അതേ പറയുള്ളൂ. എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ വേണം. ഇതെന്നിടാനാ കമത്തിയും കിട്ടാനോ? എല്ലാ യൂട്യൂബ് ദൈവത്തിന് നന്ദി. ഇൻസ്റ്റാ വഴി എങ്ങോട്ടൊക്കെ പഠിച്ച് പാൽക്കപ്പയിലേക്കുള്ള ഇന്നും കമന്റ് വരും ഞാൻ ഒരു പണിയും ചെയ്യുന്നില്ലെന്ന്. മാത്രമല്ല എന്നോട് പണിയെടുക്കല്ലെന്ന് ഇവിടെ ഉള്ളവരെല്ലാം പറഞ്ഞത്. വായിക്ക് രുചിയായിട്ട് കഴിക്കാൻ. എല്ലാവർക്കും ഓരോ കട്ടൻ കാപ്പി അതെങ്കിലും എന്ന് പറയുന്നത്. കുഞ്ഞാതെ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. ഒഴിക്കാനാ? ഒന്നാം പാൽ, രണ്ടാം പാൽ, മൂന്നാം പാലൊന്നുമില്ല.
ഇത് പിടിക്കാനൊരു സാധനമാണ്. പിടിക്കാൻ ഒരു സാധനം കഴിഞ്ഞാൽ വല്ല കൈകാല തുണി എടുക്കണം, അല്ലാണ്ട് ഇവിടെ വലിയ രാജകീയ സാധനം വരില്ല. പക്ഷെ വേറെ കാര്യമുണ്ട്, പാല് ടേസ്റ്റ്. എനിക്ക് മസാലകളൊന്നും ഇഷ്ടമല്ല, പ്ലെയിൻ ആയിട്ടുള്ളതാണ് ഇഷ്ടം. അതുകൊണ്ട് അമ്മ ഇഷ്ടമുണ്ട്. ആ പിന്നെ ഉറക്കം വരുന്നത് കൊണ്ട് ടേസ്റ്റ് പോകാൻ പെട്ടെന്ന് എടുക്കുക. അതെ. ഏബി എന്താ ഉണ്ടാക്കുന്നത് സെറ്റപ്പിലാണ്. വറ്റൽ മുളകില്ല, രാവിലെ ഞാൻ ലിസ്റ്റിൽ മറന്നുപോയി. കറിവേപ്പില, കൊച്ചുള്ളി, തൽക്കാലം ചുമന്ന മുളക്. എൻ്റെ കോപ്പി റൈറ്റ് തമിഴ്നാടനെ ഞാനിപ്പോൾ തെലുങ്കിലോട്ട് കയറ്റി വിടും. അതിലുണ്ട് ഉപ്പ്. അമ്മ ഉപ്പ് കുറവാണ്, ഉപ്പിടണേ. കണ്ടുകൊള്ളണ്ടോ പാൽക്കപ്പ ഇങ്ങനെയാണോ കഴിക്കുന്നത്? എലി കപ്പ് തരുന്നുണ്ടോ? അതിനകത്ത് എന്താ പാലാണ്? ഉപ്പിട്ടാലോ? ഉപ്പ് കുറവാ. ശരിക്കും എത്രയാണ്? പുളിയൊക്കെ കഴിച്ചോണ്ടേ ഉപ്പ് കറക്റ്റ് ആയിരിക്കും. ഉപ്പേനെ അവൻ ഇത് റോസ് ആണോ പിങ്ക് ആണോ? എന്തിര് വേണം? കടുകിട്ടത് വീഡിയോ എടുത്തോ? അന്ന് അതെങ്കിലും പോയി എടുക്കടാ. ഞാൻ ഉള്ളത് കുഞ്ഞാച്ചനും ഓരോ പ്ലേറ്റിലെടുത്താ പ്ലേറ്റ് ആയിരുന്നു ഇറങ്ങാൻ. ആ ശരിയാ. ആ മീൻകറിയുടെ വീഡിയോ സുലമ മീൻകറി. സുലമ അഭിപ്രായം പറയും. സൂപ്പർ. അപ്പൊ എല്ലാരും അമ്മം കഴിക്കാം. മീൻകറി ചട്ടി വരും. എനിക്കൊരു കുഞ്ഞു പാത്രത്തിൽ കുഞ്ഞാവ. കുഞ്ഞാച്ചനോട് പോയി അമ്മൂസിന് പൊട്ടി പ്ലേറ്റ് കൊടുത്താണ്. എന്റെ അമ്മൂന് എഴുതാൻ അടുത്ത കവിതയായി കഥ. പാൽക്കപ്പ അമ്മ ഞങ്ങള് ചനസുലു എന്നാണോ വിളിക്കുന്നത്? അതോ സുലോചന എന്നാണോ വിളിക്കുന്നത്? ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു അമ്മ എന്നെ കൊണ്ടെന്നാ എന്റെ കുഞ്ഞു മാത്രം. എന്റെ കുഞ്ഞാവിടെ നമ്മുടെ കുടുംബത്തിലെ ആൾക്കാര് അല്ലല്ലോ വെറുതെ അല്ലല്ലോ, എന്താ കാര്യമുണ്ടല്ലോ. പോയി കസേര ഒത്തിരി ഉണ്ട്, മുറി വലുതായി പോയി. അന്നേരം തലയോട് പിന്നെ ഇത് തകയാണ്ട് ഒരു തല അല്ല കെടുകൂടണ്ടിരിക്കുകയായിരുന്നല്ലേ. ഇത് ഗോൾഡൻ ഫിഷ് ആട്ടോ. ഗോൾഡ് ഫിഷ് ഓടുന്നൊരു സൈസ് നോർത്തിൽ ഇതും സിൽവറും.